ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാനിവിടെ ചെയ്യുന്നത് 2 ടയർ കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായി കേക്ക് ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഞാൻ ഒരു സോസ് പാനകത്താണ് അടുത്ത കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചിൻ്റെ ഒരു സോസ് പാനാണ്. അതും നന്നായി ഒന്ന് ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലോട്ട് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതുകൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ 3 തവണ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്കിനി 5 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ആക്കണം. ഇനി നമുക്ക് ഈ വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി എഗ് യോക്ക് എടുത്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് പാലാണ്. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട കെട്ടാത്ത വിധം നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് എഗ് വൈറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് പാടില്ല. മെല്ലെ ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ സോസ് പാന് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ബേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇത് ഒരു അരമണിക്കൂർ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായി ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ വെന്തോന്ന് നോക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ കേക്ക് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിനായി ഞാൻ ഈ ബൗളും വിസ്കും അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതായിരുന്നു.
ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് അടിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഈ ബൗൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫായി കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ ഒരു 5 ഇഞ്ചിൻ്റെ സോസ് പാനിൽ ഇതുപോലെ ഒരു കേക്ക് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പഞ്ചൊക്കെ ഒന്ന് ലെയർ ചെയ്തെടുക്കണം. 2 സ്പഞ്ചും 3 ലെയറാക്കിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് പൊടിഞ്ഞു പോവാത്ത വിധം ഒന്ന് ലെയർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 3 ലെയറാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിൽഡ് മെത്തേഡിലാണ് ഞാൻ ഗനാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി വെറ്റ് ചെയ്തെടുത്താലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കണം. നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഡെസിഗ്നേറ്റ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡെസിഗ്നേറ്റ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ്. തേങ്ങയുടെ ചുവന്ന ഭാഗം ഗ്രേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് അത് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ചിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. വീണ്ടും ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കണം. ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത കേക്ക് നമുക്കൊന്ന് ക്രീം ചെയ്യാനായിട്ട് കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീം വെച്ച് കൊടുക്കുക. ഒന്ന് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത കേക്കിൻ്റെ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ കേക്കും ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ ഈ കേക്കും ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് നമുക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായി വിപ്പിംഗ് ക്രീമിൽ ഞാനൊരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടാണ് ഈ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കേക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രീം നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. കേക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കേക്ക് ഇവിടെ നന്നായി ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് ഈ കേക്ക്. അപ്പോൾ ഈ കേക്കിന് നടുവിലായിട്ട് ഇതുപോലെ സ്ക്യൂർ വെച്ച് കൊടുക്കണം. അത് കേക്കിൻ്റെ അളവ് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ 4 പീസായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് അടുത്ത കേക്ക് ഇതിന് മുകളിലായിട്ട് വെക്കുമ്പോൾ നമ്മുടെ കേക്ക് അടിയിലേക്ക് പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കേക്ക് ഇതുപോലെ ശ്രദ്ധിച്ചൊന്ന് വെച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് 2 ടയർ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഓരോ സെൻറ്റർ നോക്കിയിട്ടും ഇതുപോലെ നമുക്ക് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഇതുപോലെ മുഴുവനായിട്ടും ഷുഗർ ബോൾസ് വെച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഇനി ഫ്ലവർ വരക്കാനായിട്ടുള്ള ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഫ്ലവർ വരച്ചെടുക്കാം. ഞാനിവിടെ റോസ് ഫ്ലവറാണ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ പോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് അവിടെ ക്രീം വെച്ചിട്ടൊരു സ്പേസ് വെച്ച് കൊടുക്കണം. അതിന് മുകളിലാണ് റോസ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവസാനമായിട്ട് ഈ കേക്കിന് ഇതുപോലെ ഒരു ബോർഡർ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കനൊന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.